ദാവീദ് പുത്രനാകും മശിഹ വരുന്നുണ്ട്. ദൂരത്തു നിന്നു ആളുകൾ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. അത്ഭുതം കാണുവാനോ ആശിഷം നേടുവാനോ ആഗ്രഹിച്ചവരെന്ന് കൂടിയതെന്തിനാവോ? 12 വർഷമായി രക്തസ്രാവമുള്ളവര സോദരിയും വരുന്നു, കേട്ടിരിക്കാമോ വെള്ളം? രോഗിക്ക് സൗഖ്യമുണ്ട്, അന്ധനു കാഴ്ചയുണ്ട്, ചെകിടനു കേൾവിയുണ്ട്, അത്ഭുതം പലതുണ്ട്. വൈദ്യന്മാർ പലരെയും മാറി മാറി കണ്ടവൾ സമ്പത്തു മുഴുവനും നഷ്ടമാക്കിയിരുന്നു. രക്തസ്രാവമുള്ളവൾ അശുദ്ധയം പ്രമാണം, എങ്കിലും വിശ്വാസത്താൽ കാത്തിരിക്കുന്നുണ്ടിവൾ. പുരുഷാരത്തെ കണ്ടു ഭയന്നു മാറിയവൾ തമ്പുരാനെ തോടുവാൻ വെമ്പലോടോടി വന്നു. അശുദ്ധയാണീ സദു, സ്പർശിക്ക വേണ്ട എന്നെ, വസ്ത്രത്തിൻ തൊങ്ങലൊന്ന് തൊട്ടാൽ ഞാൻ സുഖമാകും. തൊട്ടതാരെന്നെ എന്നോ ചോദിച്ചു മശിഹായും. ശിഷ്യന്മാർ ആശ്ചര്യത്താൽ നോക്കിയിരുന്നു നാഥനെ. ആളുകൾ ഇത്രത്തോളം കൂടി തിരക്കിടുമ്പോൾ ആരാണ് തൊട്ടതെന്ന് ചോദിക്കുന്നതെന്തിന്? തൊട്ടതറിഞ്ഞു യേശു, ശക്തിയും പുറപ്പെട്ടു. സൗഖ്യമായി ഭവിച്ചതും നന്നായി ഗ്രഹിച്ചിരുന്നു. പാദത്തിൽ വീണു അവൾ ഭയന്നു വിറച്ചിട്ട് എല്ലാം തുറന്നു ചൊല്ലി, എല്ലാരും കേൾക്കെ ചൊല്ലി. തിക്കിലും തിരക്കിലും ഓടുന്ന സോദരനെ തമ്പുരാനെ തോടുവാൻ വെമ്പലോടോടി വന്നു. സംശയം വേണ്ടാത്തല്ലും വിശ്വാസത്താൽ തൊടുക, സർവശക്തനാണവൻ സർവം ശുഭമാക്കിയിടും.